ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സേമിയ പായസം റെസിപ്പി ആയിട്ടാണ്. നല്ല രുചികരമായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ശർക്കര സേമിയ പായസമാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് സേമിയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, സേമിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് സേമിയൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ഇനി ഈ ശർക്കരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റായിട്ട് പായസത്തിന് നല്ലൊരു കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് ചേർക്കുന്നത്. ചവ്വരി ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ സൽക്കാരങ്ങളിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസം റെസിപ്പിയാണിത്. ഇപ്പോൾ ഇതാ പായസം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചവ്വരിയൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ശർക്കര സേമിയ പായസത്തിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം കണ്ടോ, നല്ല പാകത്തിന് തന്നെ കുറുക്കി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് റോസ്റ്റഡ് ബദാമും കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ശർക്കര സേമിയ പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ഒരു പായസം ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി നിങ്ങൾക്കിത് നല്ല ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു ശർക്കര സേമിയ പായസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു തവണ നിങ്ങൾ ഈ ഒരു പായസത്തിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ കുടിച്ചാൽ നിർത്താനേ തോന്നില്ല. എപ്പോഴും നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഷുഗർ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. ഒരു തവണ ശർക്കര ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ശർക്കര സേമിയ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.